പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എപ്പോഴും നീക്കും. ആമേൻ. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 65 വരെ മനസ്സിലാക്കി. ഇനി 66 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പത്രോസ് താഴെ മുറ്റത്തിരിക്കുമ്പോൾ പ്രധാന പുരോഹിതൻ്റെ പരിചാരികമാരിൽ ഒരുവൾ വന്ന് അവൻ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് അവനെ നോക്കി പറഞ്ഞു, നീയും നസ്രായനായ യേശുവിൻ്റെ കൂടെ ആയിരുന്നല്ലോ. അവനാകട്ടെ, നീ പറയുന്നത് എന്തെന്ന് ഞാൻ അറിയുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് നിഷേധിച്ച് പറഞ്ഞു. പിന്നെ അവൻ പുറത്ത് പടിവാതിക്കലേക്ക് പോയി. ആ പരിചാരിക അവനെ പിന്നെയും കണ്ടപ്പോൾ അടുത്ത് നിന്നവരോട് പറഞ്ഞു, ഇവൻ അവരിൽ ഒരുവനാണ്. അവൻ വീണ്ടും അത് നിഷേധിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അടുത്ത് നിന്നവർ പത്രോസിനോട് പറഞ്ഞു, നിശ്ചയമായും നീ അവരിൽ ഒരുവനാണ്, നീയും ഗലീലക്കാരനാണല്ലോ. നിങ്ങൾ പറയുന്ന ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ശപിക്കാനും ആണയിടാനും തുടങ്ങി. ഉടൻ തന്നെ കോഴി 2-ാം പ്രാവശ്യം കൂവി. കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്ക് അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ ഉള്ളുരുകി കരഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, കയ്യാപ്പായുടെ പൗരോഹിത്യം അവസാനിക്കുകയാണ്. ആ സ്ഥാനത്തേക്ക് കർത്താവ് പത്രോസിനെ ഉയർത്തുകയാണ്. പത്രോസിനെ ഉയർത്തുന്നത് കയ്യാപ്പായും പത്രോസും ഈ സന്ദർഭത്തിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞു. പക്ഷേ കയ്യാപ്പ ഉള്ളുരുകി കരഞ്ഞില്ല, അതിനെക്കുറിച്ച് അനുതപിച്ചില്ല, അതിനെക്കുറിച്ച് മനസ്തപിച്ചില്ല. എന്നാൽ പത്രോസ് ഉള്ളുരുകി കരഞ്ഞു. അതാണ് അവനെ ആ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തുന്നത്. ഇപ്പോൾ പുതിയ നിയമത്തിൻ്റെ വലിയൊരു തലം നമുക്കിവിടെ കാണിച്ചു തരികയാണ്. ജീവിതത്തിലെ അപരാധങ്ങൾ, കുറവുകൾ ഓർത്ത് മനസ്സുരുകി കരയുന്ന വ്യക്തികളെ ദൈവത്തിന് ഉയർത്താൻ പറ്റും. അപ്പോൾ അത് ഈ പത്രോസിൻ്റെ ഉദാഹരണത്തിലൂടെ കാണിക്കുകയാണ്. നമ്മൾ ഇവിടെ കാണുന്നത് എന്താണ്? ഹൈ പ്രീസ്റ്റ് വേഴ്സസ് ഹൈ പ്രീസ്റ്റ്. അതാണ് ഈ എപ്പിസോഡുകൾ തമ്മിലുള്ള ബന്ധം. കയ്യാപ്പായും പത്രോസും തമ്മിലുള്ള ഒരു താരതമ്യം നടത്തുകയാണ് മർക്കോസ്. അപ്പോൾ പത്രോസിനെ കുറിച്ച് ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മനുഷ്യൻ പത്രോസ് തള്ളിപ്പറഞ്ഞു, യൂദാസ് ഒറ്റിക്കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ, യൂദാസ് ഒറ്റിക്കൊടുത്തു ഫൈൻ. പത്രോസിനെ കുറിച്ച് നമ്മൾ കാണേണ്ടത്, അദ്ദേഹം തള്ളിപ്പറഞ്ഞു എന്നുള്ളത് സത്യമായിരിക്കെ തന്നെ കുറേ നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിലുണ്ട്. മറ്റ് ശിഷ്യന്മാരിൽ ഇല്ലാതിരുന്ന കുറേയധികം നല്ല കാര്യങ്ങൾ പത്രോസിലുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ബാക്കി എല്ലാവരും ഓടിപ്പോയി. വേറെ ആരും ഈ യേശുവിന് എന്ത് സംഭവിക്കും എന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ അനുഗമിച്ചില്ല. ഈശോയ്ക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? ബാക്കി എല്ലാവരും ഓടി അവരവരുടെ മാളങ്ങളിൽ ഒളിച്ചപ്പോൾ പത്രോസ് പ്രധാന പുരോഹിതൻ്റെ മുറ്റം വരെ എങ്കിലും പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രധാന പുരോഹിതൻ്റെ മുറ്റം വരെ എങ്കിലും പത്രോസ് അനുഗമിച്ചു. രണ്ടാമത്തേത്, നമ്മൾ ഈ ഭാഗത്ത് കാണുന്ന പത്രോസിൻ്റെ മറ്റൊരു നന്മ എന്താണ്? അദ്ദേഹം ഇത് തിരിച്ചറിഞ്ഞപ്പോൾ ഉള്ളുരുകി കരഞ്ഞു. മൂന്നാമത്തേത്, സംഭവിച്ചതെല്ലാം തൻ്റെ ശിഷ്യനായ മർക്കോസിനോട് തുറന്നു പറഞ്ഞു, കുമ്പസാരിച്ചു. അപ്പോൾ പത്രോസിന് ഈ ഭാഗത്ത് നമ്മൾ പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ബലഹീനത കാണാൻ പോകുമ്പോൾ നമ്മൾ കട്ട് ആൻഡ് റൈറ്റ് പത്രോസ് തള്ളിപ്പറഞ്ഞു എന്നൊരു വിധി പ്രഖ്യാപിക്കുന്നതിന് പകരം ഈ മനുഷ്യന് ഒത്തിരി നല്ല ഗുണങ്ങളുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ആ മനുഷ്യൻ അനുഗമിച്ചു, അകലെയായിട്ടാണെങ്കിലും അനുഗമിച്ചു, മുറ്റം വരെ എത്തി. ഈ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ ഇരുന്ന് തീ കായെന്ന് വിചാരിച്ചിട്ടല്ല. അതായത് അവിടെ എന്ത് നടക്കുന്നു എന്നറിയാൻ വേണ്ടിയാണ് ഇവരുടെ കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ ആ സംഭവം കഴിയുമ്പോൾ ഉള്ളുരുകി കരഞ്ഞു. പിന്നെ ജീവിതത്തിൽ സംഭവിച്ചത് തൻ്റെ അനന്തരഗാമികളോട് എല്ലാം തുറന്നു പറഞ്ഞു സത്യസന്ധമായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? പത്രോസ് ഇങ്ങനെ മുറ്റത്ത് ഇരിക്കുമ്പോൾ, വായിച്ചേ, അവൻ താഴെ മുറ്റത്തിരിക്കുമ്പോൾ പ്രധാന പുരോഹിതൻ്റെ പരിചാരികമാരിൽ ഒരുവൾ വന്ന് അവൻ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് അവനെ നോക്കി പറഞ്ഞു, നീയും നസ്രായനായ യേശുവിൻ്റെ കൂടെ ആയിരുന്നല്ലോ. അവനാകട്ടെ, നീ പറയുന്നത് എന്തെന്ന് ഞാൻ അറിയുന്നില്ല,
എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് നിഷേധിച്ച് പറഞ്ഞു, ഡിനൈ ചെയ്തു അല്ലേ? ഡിനൈ ചെയ്തു. എന്ത് ഡിനൈ ചെയ്യണമെന്നാണ് ഈശോ പറഞ്ഞേ? ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ലെറ്റ് ഹിം ഡിനൈ ഹിംസെൽഫ്. തന്നെ പരിത്യജിച്ച് എൻ്റെ പിന്നാലെ വരട്ടെ. ഇവിടെ എന്താ സംഭവിക്കും? എന്നിട്ട് ഈശോ പറഞ്ഞു, സ്വന്തം ജീവൻ രക്ഷിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. അപ്പോൾ എക്സാക്ട്ലി ഈശോ പറഞ്ഞത് ഇവിടെ നടക്കാൻ പോവാണ്. എക്സാക്ട്ലി കർത്താവ് കുറച്ചു മുമ്പ് പറഞ്ഞത്, ശിഷ്യത്വത്തെക്കുറിച്ച് പഠിപ്പിച്ച് കുറച്ചു മുമ്പ് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ലെറ്റ് ഹിം ഡിനൈ ഹിംസെൽഫ്. അവൻ തന്നെ നിഷേധിക്കട്ടെ, എന്നിട്ട് എൻ്റെ പിന്നാലെ വരട്ടെ. ഇനി ആരെങ്കിലും സ്വന്തം ജീവൻ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവനത് ലൂസ് ചെയ്യും. ഇത് ഈശോ പറഞ്ഞു. എക്സാക്ട്ലി അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഡിസൈപ്പിൾ ഈസ് ദ വൺ ഹൂ ഡിനൈസ് ഹിംസെൽഫ് ടു ഫോളോ ജീസസ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പീറ്റർ ഈസ് നൗ ഡിനൈങ് ജീസസ് ടു സേവ് ഹിംസെൽഫ്. അപ്പോൾ നമ്മൾ ശിഷ്യനാകുമോ ട്രൈറ്ററാകുമോ? ഡിസൈപ്പിൾ ആകുമോ ട്രൈറ്ററാകുമോ? അല്ലെ ഡിസൈപ്പിൾ ആകുമോ ശത്രുവാകുമോ എന്ന് തീരുമാനിക്കുന്നത് ഈ വിഷയത്തിലാണ്. വളരെ സട്ടിലാണിത്. അതായത് നമ്മളെ സേവ് ചെയ്യാൻ യേശുവിനെ ഡിനൈ ചെയ്യുന്നു. എന്നാൽ ശിഷ്യൻ എന്താണ്? യേശുവിൻ്റെ പിന്നാലെ പോവാൻ നമ്മളെ ഡിനൈ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഈശോ പഠിപ്പിച്ച കാര്യങ്ങളുടെ ഒരു കോൺക്രീറ്റ് റിയലൈസേഷൻ ഇവിടെ നടക്കുകയാണ്. ഈശോ പറഞ്ഞില്ലേ, എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെക്കുറിച്ച് മനുഷ്യപുത്രൻ പിതാവിൻ്റെ മഹത്വത്തിൽ ലജ്ജിക്കും. അപ്പോൾ അത് നിസ്സാരമായി ഈശോ ഇങ്ങനെ ഡിനൈ ചെയ്യുന്നത് നിസ്സാരമായൊരു കാര്യമല്ല, മറിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു തെറ്റാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. വായിക്കാം. അവനാകട്ടെ, നീ പറയുന്നത് എനിക്ക് എന്തെന്ന് ഞാൻ അറിയുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് നിഷേധിച്ച് പറഞ്ഞു. വായിച്ചേ. പിന്നെ അവൻ പുറത്തെ പടിവാതിൽക്കലേക്ക് പോയി. അപ്പോൾ ആദ്യം എവിടെ ഇരുന്നേ? മുറ്റത്തിരുന്നിട്ട് പിന്നെ അപ്പോൾ അതാണ് ഇങ്ങനെ ഓരോ തവണ തള്ളി പറയുമ്പോഴും വി വിൽ ബി ഡിസ്റ്റൻസ്ഡ് ഫ്രം ജീസസ്. നമ്മൾ അകലങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. ആദ്യം ഇപ്പോൾ എവിടെ ആയിരുന്നു? യേശുവിൻ്റെ കൂടായിരുന്നു. അന്നേരം വാളെടുത്ത് വിട്ടുമൊക്കെ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അകലെയായിട്ട് അനുഗമിച്ചു. അപ്പോൾ അകലെയായിട്ട് അനുഗമിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈശോടെ എന്ത് ചെയ്തു? മുറ്റത്ത് വന്നു കഴിഞ്ഞിട്ടാണ് ഡിനൈ ചെയ്യുന്നത്. ഡിനൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തോട്ടല്ല പോകുന്നത്. ഓരോ തവണ യേശുവിനെ തള്ളി പറയുമ്പോഴും നമ്മൾ യേശുവിൽ നിന്ന് അകന്നകന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? എനിക്ക് മനസ്സിലാവുന്നില്ല നിഷേധിച്ച് പറഞ്ഞു. പിന്നെ അവൻ പുറത്ത് പടിവാതിക്കലേക്ക് പോയി. ആ പരിചാരിക അവനെ പിന്നെയും കണ്ടപ്പോൾ അടുത്ത് നിന്നവനോട് പറഞ്ഞു, ഇവൻ അവരിൽ ഒരു. അതായത് ഈ പടിവാതിക്കലേക്ക് പോയത് എന്തിനാ? ഈ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ? മുറ്റത്തിരുന്നപ്പോൾ ഇവരൊന്ന് ചോദിക്കുകയാണ്, എന്താ നീ അവിടെ ഇല്ലേ? ഇതുങ്ങളുടെ അടുത്തൊന്നും രക്ഷപ്പെടാമെന്ന് വിചാരിച്ചല്ലേ മുറ്റത്ത് പടിവാതിക്കെ പോയി, ഗേറ്റിൻ്റെ അടുത്ത് പോയത്. ഗേറ്റിൻ്റെ അടുത്ത് അതേ ആള് അതേ ചോദ്യമായിട്ട് വരികയാണ്. അപ്പോൾ യേശുവിൽ നിന്ന് അകലെ പോകും തോറും നമ്മളെ തള്ളിയിട്ട, പരാജയപ്പെടുത്തിയ, നമ്മളെ നിലത്ത് വീഴിച്ച പ്രലോഭനങ്ങൾ പൂർവാധികം ശക്തിയോടെ വന്നുകൊണ്ടേയിരിക്കും. സൊല്യൂഷൻ എന്താ? അങ്ങോട്ട് പോകുന്നതല്ല, ഇങ്ങോട്ട് വരുന്നതാണ്. ഈ ചോദ്യത്തിൽ നിന്ന്, അതായത് കുറച്ചുകൂടെ മാറി നിന്നാൽ ഈ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നാ വിചാരിച്ചേ. പക്ഷെ ആ ചോദ്യം നേരത്തതിനേക്കാൾ ഫോഴ്സോടുകൂടി ഗേറ്റിലും വന്നു. ചില ആളുകൾ പറയില്ലേ, ഒത്തിരി പ്രാർത്ഥിക്കൊന്നും വേണ്ട, പ്രയാസങ്ങളുണ്ടാവും. ഒരുപാട് പ്രാർത്ഥിക്കൊന്നും വേണ്ട, പ്രയാസം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അങ്ങ് മുറ്റത്തോടങ്ങ് മാറി നിന്നോ. ആ മുറ്റത്തുനിന്ന് അങ്ങ് ഗേറ്റിലോട്ട് അങ്ങോട്ട് മാറി നിന്നോ. ഒത്തിരി ഭക്തിയൊന്നും വേണ്ട, അങ്ങോട്ട് മാറിയിക്കേ. പക്ഷെ ഇവിടെ നിന്നപ്പോൾ അനുഭവിച്ചതിനേക്കാൾ പ്രയാസം അവിടെ നിൽക്കുമ്പോൾ ഉണ്ടാവും. ഇവിടെ ഒരു ഗുണമുണ്ടെന്നറിയാം. യേശുവിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ അനുഭവിക്കുന്ന സഹനങ്ങൾക്കൊരു ഗുണമുണ്ട്, ഒരു ആനുകൂല്യമുണ്ട്, ഒരു പ്രയോജനമുണ്ട്, അഡ്വാൻറ്റേജ് ഉണ്ട്. എന്തെന്നറിയാം? യേശു ഉണ്ട് ഇവിടെ.
ഗേറ്റിൽ അവിടെ യേശു ഇല്ല. മുറ്റത്ത് നിന്ന് യേശുവിനെ അറ്റ്ലീസ്റ്റ് കാണുമെങ്കിലും ചെയ്യാം, ഗേറ്റിൽ നിന്ന് ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ദ മോർ വി ആർ ഡിസ്റ്റൻസ്ഡ് ഫ്രം ജീസസ്, ദ മോർ വി ആർ ടെംപ്റ്റഡ് ടു ഡിനൈ ഹിം. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇവിടെ അങ്ങ് ദൂരേക്ക് മാറിപ്പോയത് ഒരു സമാധാനം കിട്ടുമെന്ന് ഓർത്തിട്ടാണ്. പക്ഷെ ഒരു സമാധാനം കിട്ടിയില്ലെന്ന് മാത്രമല്ല, അതേ പരിചാരിക അവൻ അത് നിഷേധിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ആ പരിചാരിക അവനെ പിന്നെയും കണ്ടപ്പോൾ അടുത്ത് നിന്നവരോട് പറഞ്ഞു, ഇവൻ അവരിൽ ഒരുവനാണ്. ശ്രദ്ധിച്ചേ, ആദ്യ പരിചാരിക എന്താ പറഞ്ഞേ? നീ അവൻ്റെ കൂടെ ഉള്ളതല്ലേ? ഇല്ലയെന്നല്ലേ പത്രോസ് പറഞ്ഞേ? ഇല്ലയെന്നല്ലേ പറഞ്ഞേ? പക്ഷേ ഈ പരിചാരിക പറയാണ്, ഇവൻ അവൻ്റെ കൂടെ ഉള്ളതാണ്. അതാണ്. അപ്പോൾ അടുത്ത സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത് നേരത്തെ വന്നതിനേക്കാൾ കൂടിയ സാധനമാണ്. അപ്പോൾ അവൻ വീണ്ടും അത് നിഷേധിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അടുത്ത് നിന്നവർ പത്രോസിനോട് പറഞ്ഞു, നിശ്ചയമായും നീ അവരിൽ ഒരുവനാണ്, നീയും ഗലീലക്കാരനാണല്ലോ. അപ്പോൾ ആ പരിചാരിക പറഞ്ഞത് ആ സമൂഹം ഏറ്റെടുത്തു. നിങ്ങൾ പറയുന്ന സെൻറ്റൻസ് കണ്ടോ, നിങ്ങൾ പറയുന്ന ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ശപിക്കാനും ആണയിടാനും തുടങ്ങി. അപ്പോൾ ഇപ്പോൾ സങ്കടവും അരിശവും ദേഷ്യവും എല്ലാം കൂടെ വന്നിട്ട്, നിങ്ങൾ പറയുന്ന ഈ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ശപിക്കാനും ആണയിടാനും തുടങ്ങി. എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ 2 പ്രാവശ്യമൊക്കെ ഓക്കെ, രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു. മൂന്നാമത്തെ തവണ ശരിക്കും അറിഞ്ഞുകൊണ്ടാണ്, ബോധപൂർവമാണ്. കാരണം പത്രോസിന് മനസ്സിലായി ഇനി നിന്നാൽ പിടിക്കപ്പെടും. കാരണം ഒരാൾ പറഞ്ഞത് 10 പേര് പറയാൻ തുടങ്ങി. അപ്പോൾ അവൻ ശപിക്കാനും ആണയിടാനും തുടങ്ങി. നിങ്ങൾ പറയുന്ന ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ശപിക്കാൻ ആണയിടാനും തുടങ്ങി. അടുത്ത വായിച്ചേ. ഉടൻ തന്നെ കോഴി 2ാം പ്രാവശ്യം കൂവി. ഏത് കോഴിയാണ് അത്? മറ്റേ ബ്ലോക്ക് കോഴിയാണോ മറ്റേ നാടൻ കോഴിയാണോ? അത് ആ കോഴി എന്ന് പറഞ്ഞാൽ ബ്യൂഗിളാണ്. ബ്യൂഗിൾ. പട്ടാളക്കാർ ഷിഫ്റ്റ് മാറി, അടുത്ത ഷിഫ്റ്റ് പട്ടാളം കാവലിൽ പ്രവേശിച്ചു. അപ്പോൾ ആ ബ്യൂഗിൾ ഊതി, കോഴി കൂവി. കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്ക് അപ്പോൾ പത്രോസ് ഓർത്തു, അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? അവൻ ഉള്ളുരുകി കരഞ്ഞു. ഇത് എത്ര മണിക്കാണ് ഇത് സംഭവിക്കുന്നത്? സമയം 3 മണി, വെളുപ്പിനെ 3 മണി. അപ്പോൾ സന്ധ്യയ്ക്ക് എന്താ സംഭവിച്ചേ? അത്താഴം. അർദ്ധരാത്രിക്ക് എന്താ സംഭവിച്ചേ? സംഹാരദൂതൻ ഇറങ്ങി പിടിക്കാൻ വന്നു, അല്ലെ? ബന്ധിച്ചു. ഇനി 3 മണിക്ക് എന്താ സംഭവിച്ചേ? തള്ളിപ്പറഞ്ഞു. പത്രോസ് തള്ളിപ്പറയുന്നു. ഇനി 15-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് നിർത്താം. വായിച്ചേ 15-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്ക്. അത് രാവിലെ തന്നെ. മതി ആയില്ലേ? രാവിലെ, സന്ധ്യ, അർദ്ധരാത്രി, കോഴി കൂവി, രാവിലെ. യജമാനൻ വരുന്നത് എപ്പോഴാണെന്ന്? സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ പ്രഭാതത്തിലോ എന്ന് നിങ്ങൾ അറിയുന്നില്ല, അതിനാൽ ഉണർന്നിരിക്കുവിൻ. അപ്പോൾ അതാണ് ആ യാമങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് ഇവിടെ. അപ്പോൾ ഈശോയുടെ പീഡാനുഭവത്തെ മർക്കോസ് വരച്ചിടുന്നത് ഈ ടൈം ഗ്യാപ്പിനകത്താണ്. അങ്ങനെയാണത് സംഭവിക്കുന്നത്. സന്ധ്യ, അർദ്ധരാത്രി, കോഴി കൂവി, പുലർച്ചെ. അത് രാവിലെ തന്നെ അവർ യേശുവിനെ കൊണ്ടുപോവുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പത്രോസ് തള്ളിപ്പറഞ്ഞതുപോലെ 1000 തവണ അങ്ങേ തള്ളിപ്പറയുന്ന ഞങ്ങളുടെ ജീവിതത്തെയും ശരിയായ മനസ്താപത്തോടെ, പശ്ചാത്താപത്തോടെ അങ്ങയിലേക്ക് തിരികെ വരാൻ അങ്ങിലേക്ക് തിരികെ വിളിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.